ഈ നെഗറ്റീവ് കമൻസുകൾ എങ്ങനെയാണ് ജിപ്സ ഫേസ് ചെയ്യുന്നത്? ഇവിടെ നെഗറ്റീവ് കമൻസ് എന്ന് പറയുന്നത് ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എന്നെ ഒരു രീതിയിലും എന്നെ ഒരു തരത്തിൽ ബാധിക്കുന്നൊരു കാര്യമില്ല. കാരണം എന്നെ ഒരു തരത്തിലും എൻ്റെ കൂടെ പഠിച്ചവരല്ല, എൻ്റെ കൂടെ ജോലി ചെയ്തവരല്ല, എൻ്റെ നൈബേഴ്സ് അല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒന്നുമല്ല. അല്ലാതെ എവിടെയോ കിടക്കുന്ന ഏതോ ലോ ക്ലാസ് ചിന്താഗതിയുള്ള ആൾക്കാർ എന്തോ വായി തോന്നുന്നത് പറയുന്നത്. അത് എന്നെ ഒരാളെ അല്ല. ഞാൻ ഓരോ ഓൺലൈൻ ചാനലും എൻ്റെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ആ ചാനൽ ഞാൻ എടുത്ത് നോക്കിയിട്ട് ഞാൻ എല്ലാവരും എടുത്ത് നോക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ഇതുപോലെയാണ് പടച്ചു വയ്ക്കുന്നത്. ഒരാൾക്കല്ലല്ലോ എഴുതുന്നത്. അത് അവരുടെ ജോലിയായിട്ടിരിക്കുക. നേരെ വിളക്ക് കുളിച്ച് റെഡിയായി ഭക്ഷണം കഴിച്ചിട്ട് ഇരിക്കുന്നതാണ് ഇതിനായിട്ട്. ഒരാളെ മാത്രമാണെങ്കിൽ ഓക്കെ എന്ന് വിചാരിക്കുക. നമ്മൾ ഈ കുരയ്ക്കുന്ന പട്ടികൾ ആര് പോയാലും കുരച്ചുകൊണ്ടായിരിക്കുക. ഒരാൾ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നതല്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകും. ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കുമോ? ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറാണ്, എനിക്ക് വർക്കുകൾ ഞാൻ എടുത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഗസ്റ്റ് ലെക്ചറാണ്, ഞാൻ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ പ്രൊഫഷനാണ്. ഞാനൊരു ഫാഷൻ ഡിസൈനറാണ്, ഞാൻ ഗൗൺ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രൊഫഷനുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ നെഗറ്റീവ് കമൻസ് നോക്കി ഞാൻ അവിടെ വായി നോക്കിയിരിക്കും. ഞാൻ എൻ്റെ കാര്യങ്ങൾ ഈ പറയുന്ന ഒരു ഇന്നും നാളെയും മറ്റന്നാളും 10 വർഷം കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും, ചാവുന്നതൊരു അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോകും. ഇപ്പോൾ ലോക്ക്ഡൗൺ വന്നതിന് ജോലി നഷ്ടപ്പെട്ട് ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരുന്നത്. ഞാൻ ഇങ്ങനത്തെ കമൻസ് എല്ലാം നോക്കിയിരുന്നത്. ഞാൻ PWD വർക്ക് എടുത്ത് ചെയ്തു, ഞാൻ ഫയലിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു, ഞാൻ KCBയുടെ സബ് കോൺട്രാക്ടീവ് വർക്ക് എടുത്ത് ഞാൻ പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ കഴിവിൽ പിന്നെ പരമാവധി എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇതൊന്നും ഇപ്പോൾ ഇൻസ്റ്റ ഇപ്പോൾ കുറേ ദിവസമായിട്ട് എനിക്കില്ല. എന്നെ സംബന്ധിച്ചതൊന്നും എനിക്ക് അരിവേടിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എനിക്കിതൊന്നും യാതൊരു ഗുണവും ഇല്ല. ഒരു ടൈം പാസ് മാത്രമാണ്. അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷനിൽ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ ആരെന്ത് ചോദിച്ചാലും ഇൻസ്റ്റ ഐ ഡി ചെയ്താൽ FB ഐ ഡി ചെയ്താൽ എന്നാ ചോദിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ ഐ ഡി ചെയ്താൽ അവരെ ചോദിക്കുന്നത്. നമ്മുടെ പ്രൊഫൈൽ നോക്കാൻ വേണ്ടി അത്രമാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സാധനം എന്ന് പറയുന്നതുള്ളൂ. അതിലപ്പുറം ഇതൊന്നും എന്നെ ഒരു തരത്തിലും നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിലും എന്നെ ബാധിക്കുന്നൊരു കാര്യമില്ല. പിന്നെ നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം ഞാനും ഇത് യൂസ് ചെയ്യുന്നു. ലൈക്സോളം അല്ല, അതിനപ്പുറം എനിക്ക് ഈ സോഷ്യൽ മീഡിയ ഒന്നും എന്നെ ഒരു തരത്തിലും എന്നെ കുരുത്തതാണ്. അതൊന്നും വെയിലത്ത് വാളാൻ നിൽക്കില്ല. മറ്റേതെന്ന് വെച്ചാൽ അങ്ങനെയല്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഒന്നാമത് ലോകം എന്തെന്നറിയില്ല. ചിലപ്പം ആദ്യമായിട്ട് ഞാൻ ഈ സിനിമാ ഫീൽഡിലുള്ളതല്ലേ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നൊരു ഫീൽഡ്. ഞാൻ ശരിക്കും ഞാൻ എന്നെ ബ്രാൻഡ് ചെയ്ത് എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ എൻ്റെ ഫാമിലി ഞാൻ സെറ്റിൽ ചെയ്ത് എൻ്റെ ലൈഫ് ഞാൻ ഒരു ടേണിംഗ് പോയിന്റിൽ വെച്ചിട്ടാണ് ഞാൻ പിന്നെ എൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യം, എൻ്റെ ഒരു പാഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നത്. പക്ഷേ മറ്റുള്ളവർ അങ്ങനെ ആയിരിക്കത്തില്ല. ആദ്യമായിട്ട് അവർ ഈ പുറം ലോകം കാണുന്ന ഈ ഒരു ഫീൽഡിൽ നിന്നായിരിക്കാം. അപ്പോൾ അത് അവർ നല്ലൊരു ചിലപ്പം എഫക്റ്റ് ചെയ്യാം. കാരണം എന്നെ സംബന്ധിച്ചോളം ഇതൊന്നും എന്നെ ഈ പേപ്പട്ടികൾ കുരയ്ക്കും പോലെ മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അതിലൊന്നും എനിക്കിതൊന്നും ബാധിക്കുന്നില്ല. കാരണം ഞാൻ എയർ ഹോസ്റ്റസായിട്ട് ഞാൻ പറഞ്ഞത്, അതുപോലെ ഞാൻ ഓരോ വർഷം എത്രയോ സ്റ്റുഡൻസിനെ ഞാൻ കാണുന്നതാണ്. അതുപോലെ ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം കമ്പനിയിൽ 10-250 പേര് വർക്ക് ചെയ്യുന്നു. അവരൊക്കെ ഞാൻ മാനേജ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ കണ്ടിട്ട് ഇതാവാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? അത്രേ ഉള്ളൂ എന്നെ സംബന്ധിച്ചോളം. തളരുന്നുണ്ടാവാം, പലർക്കും മാനസിക വിഷമങ്ങളുണ്ടാവാം, പലരും മുന്നോട്ട് പോകണ്ടെന്ന് ചിന്തിക്കുന്നുണ്ടാവാം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മാനസിക വൈകൃതമാണ്. ശരിക്കും ആദ്യം ഇതാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെയാണ് നിയമം വരേണ്ടത്. നമുക്ക് ആരാണ്, നമുക്ക് എന്താണ്, നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരു വിധത്തിൽ ഇപ്പോൾ എൻ്റെ തന്നെ FB പോലെ പല സ്ഥലത്തും ഇപ്പം പിന്നെ ഒന്നാമത് കുശുമ്പാണ് പലർക്കും. എനിക്ക് ചെയ്യാൻ പറ്റാത്ത അവൾ ചെയ്യുന്നുണ്ടല്ലോ, എന്നെക്കാട്ടി അത്ര സൗന്ദര്യമില്ല, അല്ലെങ്കിൽ എന്നെക്കാട്ടി അത്ര ഹൈറ്റില്ല, എന്നെക്കാട്ടി വലിയ എത്ര വെയിറ്റില്ല, എന്നെക്കാട്ടി എനിക്കൊരു ഈ പുള്ളിക്കാരിയുടെ ഇപ്പോൾ എൻ്റെ കമൻസ് തന്നെ ഞാൻ പലരെയും നോക്കുമ്പോൾ ഇത് കൗസല്യ, സുജാത, സുലോചന, ഇന്നലെ ഞാൻ കുറേ അങ്ങനെ എടുത്തു വെച്ചിരുന്നു. പിന്നെ ഇന്നലെ ഞാൻ നോക്കിയത് വേറെ എന്താണ്, രത്നമ്മ, സുധാകരൻ, കമൻസ് ഇടുന്ന പേരുകളാണ്. എനിക്ക് ഏകദേശം ആ പ്രൊഫൈലുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്കൊരു കൗതുകം കൊണ്ടില്ലേ ഞാൻ എടുത്ത് നോക്കിയത് എന്താണെന്ന്. ഏകദേശം എല്ലാം 50-60+ ആണ്. ഇവർക്കൊക്കെ വല്ല രാമനാമം ജപിച്ച് എവിടെയെങ്കിലും ചെന്നിരുന്നോടെ, അല്ലെങ്കിൽ വല്ല നിശ്ചയിച്ചതാക്കിയിട്ട് എവിടെയും ചെന്നിരിക്കുന്നോടെ. ഇവരെന്തിനാ ഈ ജീവിക്കുന്നവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചോട്ടെ. അവർക്ക് ചെയ്യാൻ പറ്റാത്തത്, അവർക്ക് കാണാനും കേൾക്കാനും പറ്റാത്തത് മറ്റുള്ളവർക്ക് കിട്ടുമ്പോഴുള്ളൊരു വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ, ഒരു കുരുപൊട്ടൽ, അതാണ് അവർ കാണിക്കുന്നത്. ഇപ്പോൾ സിനിമ ഫിലിം എന്നിട്ട് പറയും ഇതൊക്കെ നമ്മുടെ ഫോണിൽ വരാതിരിക്കാൻ എന്താ ഇത്, നമ്മൾ എന്താണോ സെർച്ച് ചെയ്യണത് അതനുസരിച്ച് നമ്മുടെ ഇതിൽ വരുന്നത്. ഇപ്പോൾ അവർ സാറ്റലൈറ്റ് ചാനൽ ഇതാക്കണം, ഫോളോ ചെയ്യണം, അത് സബ്സ്ക്രൈബ് ചെയ്യണം, അല്ലെങ്കിൽ ആ ടൈപ്പ് ന്യൂസ് അവർ നോക്കണം, ചാനൽസിനെ അവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അവരുടെ ഫീഡിൽ അത് വരും. അല്ലാതെ ഈ ഇപ്പം മറ്റേ ചാനൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓൺലൈൻ ചാനൽസ് അത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അവർ സിനിമ, സീരിയൽ അല്ലെങ്കിൽ ഇതേപോലെയുള്ള സോഷ്യൽ ആക്ടിവിറ്റീസ്, അതല്ലെങ്കിൽ ഇപ്പോൾ പറയുക ഈ വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ പിന്നാലിരിക്കും പോകുന്നത്. അവർക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നവരാണ്.
അപ്പോൾ അവരെ ഫോളോ ചെയ്യാൻ വേണം ഇതൊന്നും കാണാനും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ന്യായമാണുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന വീഡിയോയിൽ തന്നെ ഇച്ചിരി വീഡിയോ തന്നെ ഒരുപാട് നെഗറ്റീവ് കമൻസ് മെയിൻലി പറയുന്നത് കൂടുതൽ എക്സ്പോസ്ഡ് എന്നാണ്. അത് തന്നെ. പക്ഷേ ഇന്നലെ കഴിഞ്ഞ വീഡിയോസിലെല്ലാം കൂടുതൽ എക്സ്പോസ്ഡ് ആണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. ആ വീഡിയോയിലെല്ലാം ഭയങ്കര എക്സ്പോസ്ഡ് ആയിട്ട് ഡ്രസ് ചെയ്യുന്നു. അതിനൊക്കെ എക്സ്പോസ്ഡ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു ഇച്ചിരി കൂടെ കാണുന്നതായിരിക്കും. അത് ഇപ്പം നിങ്ങളെല്ലാവരും എടുക്കുന്നത് മാന്യമായിട്ട് സ്ട്രൈറ്റ് വെച്ചിട്ടാണ്. കുറച്ച് അവന്മാരുണ്ട്, അവന്മാർക്ക് ഇങ്ങനെ വെച്ചാൽ അവന്മാർക്ക് കാണാൻ പറ്റില്ല. അവന്മാർക്ക് ഇങ്ങനെ തന്നെ വെക്കണം. എന്ന് വെച്ചാൽ കാലിൻ്റെ ഇടയിലോട്ട് കയറ്റി വെച്ചാലേ അവന്മാർക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ എടുക്കുമ്പോൾ മാത്രമേ അത് കാണുള്ളൂ. അതിനുശേഷം അവിടെ വന്ന എനിക്കൊരു 10-9 മീഡിയാസ് ഉണ്ടായിരുന്നു. ആകെ 2-3 ചാനൽസിന് മാത്രമേ ഇത് കിട്ടിയിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ടൈറ്റായിട്ട് ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇരിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ടൈറ്റ് നിൽക്കുന്ന കണക്കല്ല. അവരെങ്ങനെയാണോ അത് സൂം ചെയ്ത്, അത് നമ്മളൊരു സ്ഥലത്ത് ഇപ്പോൾ 10 മണിക്കൊരു പ്രോഗ്രാമിൽ പോയി കഴിഞ്ഞാൽ ഒരു 4 മണി വരെ അവിടെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ ഇതിൻ്റെ പ്രൊമോഷൻ വർക്കിന് പോയപ്പോഴത്തേക്ക് 10 മണിക്ക് നമുക്ക് പ്രോഗ്രാം തുടങ്ങി ഒരു 3-4 മണി വരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മൾ പാവക്കുട്ടികളല്ല. നമ്മൾ നിൽക്കും, ഇരിക്കും, ഭക്ഷണം കഴിക്കും, പോകും, വരും, ചായ കുടിക്കും. അതിൻ്റെ ഇടയിൽ അവിടെ അത് ഭയങ്കര ഹ്യൂമിഡിറ്റി ആയിരിക്കും, വിയർത്തൊഴുകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ സ്വെറ്റ് ഒപ്പം അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യും, ഇതൊക്കെ ചെയ്യും. ഭരണ സമയം തൊട്ട് ഇത് ഓണാക്കി. ഒരു പ്രൈവസി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഏതൊരു മനുഷ്യനും ഒരു പ്രൈവസി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിനെ ഇതാക്കുന്ന നമുക്കൊരാളുടെ പെർമിഷൻ, നമ്മൾ വേറൊരാളെ നമ്മൾ ചെയ്യുമ്പോൾ അവരുടെ പെർമിഷൻ എടുക്കുക. ഇതെന്ന് വെച്ചാൽ മാത്രമല്ല ഇവരാരും ക്യാമറ ഇത് എടുക്കുന്നോ ഇല്ലെന്നൊന്നും നമുക്കറിയത്തില്ല. ഇപ്പോൾ നിങ്ങൾ ഇത്രയും പേരുടെ ക്യാമറ ഓണാണെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ വന്നത് ഇതങ്ങനെയല്ല. ഏതോ ഒരു മുക്കിലോ മൂലയിലോ പോയി ഇരുന്നിട്ട് ഒന്നിൽ ക്യാമറ ഓണി പോക്കറ്റ് ഇടുക, അല്ലെങ്കിൽ അവരിപ്പോൾ ആരെങ്കിലും വിളിക്കുന്ന കണക്ക് ഇതാക്കുക, അല്ലെങ്കിൽ അതിലിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലും സ്ക്രോൾ ചെയ്തിട്ട്. പക്ഷെ അപ്പോഴൊക്കെ ക്യാമറ ശരിക്കും ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കണം നമ്മളെ ഇരിക്കും. അതൊക്കെ കുറേശ്ശെ ഈ ഫീൽഡിലോട്ട് മീൻസ് ഇതാകുമ്പോഴേ നമുക്ക് മനസ്സിലാവാൻ പറ്റില്ല. ഇവർ പല സാധനങ്ങൾ വരുമ്പോഴേ എനിക്ക് മനസ്സിലാൻ പറ്റും. പക്ഷേ ഇന്ന് ആ ആൾക്കാർ ആരെങ്കിലും എന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞേനായിരുന്നു. കാരണം ആവശ്യത്തിൽ കൂടുതൽ മാംസത്തിനെ കിട്ടിയില്ല, പച്ചമാംസം മറ്റുള്ളവർക്ക് തിന്നാൻ ഇട്ട് കൊടുക്കാൻ കിട്ടിയില്ലേ, ഇനി അത് വേണ്ടാന്ന് പറയും എന്ന് ഞാൻ ഉറപ്പിച്ചിട്ട് വന്നിരുന്നു. അവരിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ കമൻസ്